ഇല്ല, കരയണ്ട കരയണ്ട കരയണ്ട. പ്രിയപ്പെട്ടവരെ, കാണാനും നോക്കാനും കേൾക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായം ചെയ്ത് നൽകി ഈ പ്രിയ സഹോദരന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുള്ള സാഹചര്യം ഒരുക്കി തരണേ. ഇല്ല 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 ഇല്ല. സങ്കടത്തിലായിക്കളഞ്ഞില്ല, സങ്കടം തീർച്ചയല്ല, സങ്കടം തീർച്ചയല്ല. വേജാറാണ്ട് വായിക്കൊന്നൊന്നാവില്ല കേട്ടാ. വേജാറാ ശരിയാവും. വായനയോടെ ജീവിച്ച് ഒരു പശ വരുന്നുണ്ടില്ല. 8 മാസം 9 മാസമായിട്ടു. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ വളരെ സങ്കടാർഹമായ അതിഗുരുതരാവസ്ഥയിലുള്ള ഒരു പ്രിയ സഹോദരന്റെ ഒരവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനും പറയാനുമാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവർ, ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകളും ഈ ഒരു നിമിഷം തന്നെ പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അടിയന്തര സഹായം സമാഹരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണേ. മട്ടന്നൂർ പരിയാരം സ്വദേശിയായ നിസാർ എന്ന് പറയുന്ന 30 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരന് ലിവർ രോഗം പിടിപെട്ട് അവസാന സ്റ്റേജിലാണ്. ഉടനടി ലിവർ മാറ്റിവെച്ചില്ലെങ്കിൽ ജീവൻ തന്നെ നിലച്ചു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. പിന്നെ അടിയന്തരമായി സർജറി നടത്തണമെന്ന് ഹോസ്പിറ്റൽ അറിയിച്ചതിൽ പിന്നെ ഭീമമായ തുക, ഏകദേശം 40 ലക്ഷം രൂപയോളം ഈ ഒരു സർജറിക്ക് ആവശ്യമാണ്. ആ ഒരു തുക നിത്യവൃത്തിക്ക് പോലും യാതൊരു മാർഗവുമില്ലാത്ത ഈ കുടുംബത്തിന് കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നന്മ നിറഞ്ഞ ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ അവസാന പ്രതീക്ഷയായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഈ ഉമ്മയുടെ കരച്ചില്, ഈ ഉമ്മയുടെ സങ്കടാവസ്ഥ, ഈ ഉമ്മ പറയുന്ന എന്നെ നോക്കണ്ട, എന്റെ പൊന്നും മോനാണ് ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സങ്കട കാഴ്ച നിങ്ങളാരും കാണാതെ പോകരുത്. ഈ ഒരു സങ്കടാവസ്ഥ നിങ്ങളാരും കേൾക്കാതെ പോകരുത്. ഈ വീഡിയോ കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ, നിങ്ങൾ സഹകരിച്ചാൽ മാത്രമേ ഈ സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾ കൂടി കൈവിട്ടാൽ ഈ സഹോദരന്റെ ജീവൻ നിലച്ചു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തും. ഈ പ്രിയ സഹോദരി പറഞ്ഞത്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പെയാണ് ഇക്കാക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ഒരുപാട് സ്വപ്നത്തോടു കൂടി ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ ഒരു നിമിഷം തന്നെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് എൻ്റെ ഇക്കയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരണേ എന്ന് പൊതുസമൂഹത്തിനോട് നെഞ്ചുരുക്കി പറയുന്ന ഈ പ്രിയ സഹോദരിയുടെ, ഈ പ്രിയ ഉമ്മയുടെ സങ്കട വാക്കുകൾ നിങ്ങളാരും കാണാതെയും കേൾക്കാതെയും പോകരുത്. പരമാവധി സഹായം പറ്റാവുന്ന രീതിയിൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളിലെ നിങ്ങളിലുള്ള അവസാന പ്രതീക്ഷയാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പ്രിയ സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കി തരണം. ഈ ഉമ്മയുടെ കരച്ചിൽ കേൾക്കാൻ പറ്റണില്ല. ഈ ഉമ്മ പറയുന്ന എന്നെ നോക്കണ്ട, എൻ്റെ പൊന്നും മോനാണ് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത്. എന്നെ നോക്കി എൻ്റെ പൊന്നും മോനാണ് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത്. എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല എന്ന ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നത്. ഞങ്ങളുടെ മാതാവിനെ പോലെ കണ്ട്, ഞങ്ങളുടെ ഒരു പ്രിയ സഹോദരനെ പോലെ കണ്ട് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പ്രിയ സഹോദരന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരണേ പ്രിയപ്പെട്ടവരെ. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുമെന്നും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുമെന്ന ഒരു വിശ്വാസത്തിൽ ഒരു നാട് മുഴുവൻ ഈ ഒരു ചികിത്സാ ധനസഹായ സമാഹരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിക്കാൻ പുറത്ത് കാത്തിരിപ്പുണ്ട്. മട്ടന്നൂർ പരിയാരം എന്ന പ്രദേശത്ത് ഇസ്മായിൽ കൈയുടെ മകൻ നിസാർ എന്ന് പറയപ്പെടുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇനിയുള്ള നിങ്ങളിലേക്ക് നമ്മൾ വന്നത് വലിയൊരു സഹായം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഈ നാടിന് ഏറ്റവും വലിയ അത്താണിയായി നമ്മുടെ കളിക്കൂട്ടുകാരനായ നിസാറിന് വേണ്ടി ചെയ്തു തരണമെന്ന് വളരെ സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. നമ്മളെ സഹോദരൻ്റെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള തുക സമാഹരിച്ചു തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കരൾ രോഗം ബാധിച്ച് ചികിത്സയിലുള്ള നമ്മുടെ കൂട്ടുകാരൻ നിസാറിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സഹായ സഹകരണം എല്ലാവരും ചെയ്തു തരണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. നമ്മളെല്ലാവരും കൂട്ടായി അദ്ദേഹത്തെ സഹായിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണം. എല്ലാവരും അകമൊഴിഞ്ഞ് ആ കുടുംബത്തെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആ ചെറുപ്പക്കാരന്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി നിസാറിന്റെ ചികിത്സക്ക് ആവശ്യമായ ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടി എല്ലാവരും സഹകരിക്കണം എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ പ്രദേശത്തുകാരനായ നിസാർ അതീവ ഗുരുതരമായ അവസ്ഥയിലാണ്.
പങ്കാളികളാവണമെന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഓർമ്മിപ്പിക്കുന്നു. നിസാറിൻ്റെ ജീവന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയുമായിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നത്. എല്ലാവിധ സഹായവും ചെയ്തു തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. നിസാർ എന്ന പൊന്നുമോൻ കരൾ സംബന്ധമായ അസുഖം ബാധിച്ച് കോഴിക്കോട് മിംസിൽ അഡ്മിറ്റായിരിക്കുകയാണ്. ഈ ഉദ്യമവുമായി സഹകരിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു. മുഴുവൻ ആളുകളും ആ ഒരു ഉദ്യമത്തിലേക്ക് കഴിവിൻ്റെ പരമാവധി സഹായ സഹകരണങ്ങൾ ചെയ്യുകയും അതേപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് മുഴുവൻ ആളുകളോടും ഒറ്റവാക്കിൽ ഉണർത്തുന്നു. നമ്മൾ സഹായിക്കുക എന്നുള്ളത് അവരുടെ അവകാശമാണ്. അത് മനോഹരമായി എത്രയും വേഗത്തിൽ തീർക്കുക എന്നുള്ളതാണ് പൊതുസമൂഹം എന്ന നിലയിൽ നമുക്ക് ചെയ്യാനുള്ളത്. വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള നിസാറിനെ സമൂഹം ആകെ ഇത് ഏറ്റെടുത്തുകൊണ്ട് ഈ ഉദ്യമം വിജയിപ്പിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുക. നമ്മുടെ നിസാറിന് വേണ്ടി നമ്മൾക്കാവുന്ന സഹായം ചെയ്തു തരണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നാട്ടുകാരനായ നിസാറിനെ എല്ലാവരും സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഉള്ളവരെ നമ്മുടെ നാട്ടുകാരനായ നിസാറിനെ ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളും സഹായിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. നിസാർ കുടുംബത്തിൻ്റെ അത്താണിയാണ്, നാടിൻ്റെ പ്രതീക്ഷയാണ്, വളരെ ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനാണ്. അവനെ നമുക്ക് തിരികെ വേണം. നിങ്ങൾ ഓരോരുത്തരും അകമഴിഞ്ഞ് സഹായിക്കണം. നിങ്ങൾക്ക് എന്താണോ കഴിയുന്നത് അത് പ്രകാരം സഹായിച്ച് നിങ്ങൾ സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഒരു നാട് മുഴുവൻ നിറക്കണ്ണുകളോടെ നിസാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ജാതി മതഭേദമന്യേ നിങ്ങളുടെ മുമ്പിൽ വളരെ സങ്കടത്തോടു കൂടി സഹായ അഭ്യർത്ഥനയുമായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു സഹായ അഭ്യർത്ഥന പ്രിയപ്പെട്ടവരെ, നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഈ വീഡിയോ നിങ്ങളെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും, ഫാമിലി ഗ്രൂപ്പുകളിലേക്കും, നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും എത്തിച്ചുകൊണ്ട് അടിയന്തരമായി സഹായം സമാഹരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണേ. അവസാന പ്രതീക്ഷയാണ് ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ. നിങ്ങൾ കൂടി കൈവിട്ടാൽ ആ പ്രിയ സഹോദരൻ മരണത്തിലേക്ക് പോകുന്ന നിലയിലേക്ക് എത്തും. ഈ വൃദ്ധരായ മാതാപിതാക്കൾക്ക് ആരും ഇല്ലാത്ത രീതിയിലേക്ക് എത്തും. പ്രിയപ്പെട്ടവരെ, കൈവിടല്ലേ. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആ പ്രിയ സഹോദരന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണേ എന്ന് പടച്ചവനെ മുൻനിർത്തി നിങ്ങളോടൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.